അപ്പോൾ ഇന്ന് ഞാൻ സൗദിയിലോട്ട് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞ് എയർപോർട്ട് വ്ളോഗാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വരെയാണ് കേട്ടോ ട്രാവൽ. കരിപ്പൂരിൽ നിന്നാണ് കേട്ടോ എനിക്ക് പോകേണ്ടത്. അതുകൊണ്ട് കോഴിക്കോട് വരെ നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിക്ക് കൊച്ചി എയർപോർട്ടിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നെയ് റോസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും പിന്നെ മോരുചാറൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ എയർപോർട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞ അഖിലേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവളുടെ കല്യാണം 2 ദിവസം മുന്നെയാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ അവളെത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഞാൻ പോകുന്നതിൽ. പിന്നെ ഞാനും ചേച്ചി ഹന്നും കൂടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹന്നുവിൻ്റെ ചിരിയാണ് കേട്ടോ ഹൈലൈറ്റ്. അങ്ങനെ പിന്നെ ആ ഒരു മൂഡൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഹന്നുവിൻ്റെ ചിരി തന്നെ ധാരാളം. പിന്നെ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ തീരെ കൊള്ളത്തില്ലായിരുന്നു എന്ന് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് മനസ്സിലായത്. പിന്നെ അമ്മച്ചിയും അപ്പനും ചേച്ചിയൊക്കെ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ് കേട്ടോ കരയാണ്ട് പിടിച്ചിരുന്നത്. ബാക്കി എല്ലാവരും നല്ല കരച്ചിലായിരുന്നേ. പിന്നെ ഹന്നൂസ് ആ സമയപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹന്നുവിൻ്റെ കരച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അപ്പനും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എൻ്റെ ടൈം ആയപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ അകത്തോട്ട് പോയി കേട്ടോ. നമ്മുടെ എയർപോർട്ട് വ്ളോഗ് ഫുൾ വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കണേ. അങ്ങനെ ഫൈനലി എൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ കയറി കഴിഞ്ഞ് നമ്മളൊരു 5.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സൗദിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സൗദിയിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.